ഇടവ ദിനങ്ങൾ എപ്പോഴും സ്തുതിസ്തോത്രങ്ങളുടെ അവസരമാണ്. കർത്താവ് ചെയ്ത നടത്തിയ വഴികൾ, കലാകാലങ്ങൾ നമുക്ക് ലഭിച്ച നേതൃത്വം എല്ലാം ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നതിനുള്ള അവസരമാണ്. 70 വർഷങ്ങൾക്ക് മുൻപ് 71 വർഷങ്ങൾക്ക് മുമ്പ് പൂർവ്വപിതാക്കന്മാർ ലഭിച്ച ഒരു ദർശനത്തിൻ്റെ ഫലമായിട്ടാണല്ലോ ഇടവക ആരംഭിച്ചത്. ആ കാലത്ത് ആരംഭിക്കുമ്പോൾ അവർ അനുഭവിച്ച പ്രതികൂലങ്ങളും പ്രയാസമൊക്കെ ഒരുപാടായിരിക്കണം, യാതൊരു സംശയമില്ല. എന്നാൽ ഇന്ന് 124 വീടുള്ള ശക്തമായ മനോഹരമായ ഒരു ഇടവക ആയി വളർന്നു വരുവാൻ തക്കവണ്ണം ദൈവം ഇടയാക്കി. ഇടവയിൽ നിന്ന് കർത്താവിൻ്റെ വേലയ്ക്കായി മക്കളെ ഒരുക്കി. വിവിധ സ്ഥലങ്ങളിലൊക്കെ അവർ വേല ചെയ്യുന്നു. കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ഒരുക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. കലാകാലങ്ങൾ ബഹുമാനപ്പെട്ട അച്ഛന്മാരെ ദൈവം തമ്പുരാൻ തന്ന് നമുക്ക് നല്ല നേതൃത്വം ലഭ്യമാക്കി തീർക്കും. എല്ലാത്തിനും നമുക്ക് ദൈവത്തെ സ്തുതിക്കുകയും സ്തോത്രം ചെയ്യുകയും ചെയ്യാം. ആരാധനാ സമൂഹം എപ്പോഴും ദൈവത്തെ സത്യത്തിലും ആത്മാവിലും ആരാധിക്കുന്ന സമൂഹമായിട്ട് ഭവിക്കുമ്പോഴാണ് കർത്താവിൻ്റെ ഹൃദയപ്രകാരമുള്ള സമൂഹമായിട്ട് തീരുന്നത്. കർത്താവ് എന്തുകൊണ്ടാണ് പറഞ്ഞത്, നിങ്ങൾ സത്യത്തിലും വേണം ആത്മാവിലുമാണ് ആരാധിക്കാൻ? ആരാധന അർത്ഥവത്തായിത്തീരുന്നപ്പോഴാണ്. അതുകൊണ്ട് തന്നെയാണ് കർത്താവ് പ്രത്യേകം എടുത്തു പറയുക, സ്ഥലമല്ല വിധമാണ് പ്രധാനം. കർത്താവ് ശബരിക്കാരി സ്ത്രീയോട് സംഭാഷിക്കുമ്പോഴാണല്ലോ അത് പറയാനിട്ടിടയായിത്തീരും. നിങ്ങൾ ഈ മലയിലാണ് ആരാധിക്കേണ്ടതെന്ന് പറയും. യഹൂദന്മാർ ആ മലയിലാണ് ദൈവത്തെ ആരാധിക്കേണ്ടതെന്ന് പറയും. കർത്താവ് പറയുന്നു അതൊക്കെ അപ്പുറമാണ്, സ്ഥലമല്ല വിധമാണ് പ്രധാനം. നിങ്ങൾ ദേവാലയത്തിൽ ആരാധിക്കുന്നുവോ, എങ്ങനെ ആരാധിക്കണം? സത്യത്തിലും ആത്മാവിലും ആരാധിക്കണം. അപ്പോഴാണ് ആരാധനയായിട്ട് തീരുന്നത്. എന്താണ് ഈ സത്യത്തിലും ആത്മാവിലും ആരാധിക്കുക എന്ന് പറഞ്ഞാൽ? അത് പറയാൻ നമ്മളെപ്പോഴും കേൾക്കുന്ന വാക്കാണ്. പലപ്പോഴും നമുക്കത് അതിൻ്റെ അർത്ഥവ്യാപ്തിയിലേക്ക് ഉൾക്കൊള്ളാൻ പ്രവേശിക്കാനായിട്ട് സാധിക്കാതെ പോകാറുണ്ടെന്നാണ് എൻ്റെ തോന്നുന്നത്. ദൈവം സത്യമാണ്, ദൈവം ആത്മാവാണ്. ആത്മാവും സത്യമാകുന്ന ദൈവത്തെ അറിയുന്നവർക്ക് മാത്രമേ സത്യത്തിലും ആത്മാവിലും ആരാധിക്കാനായിട്ടൊക്കെയുള്ളൂ. അവർക്കാണ് ദൈവത്തെ ആരാധിക്കാൻ ഒക്കുന്നത്. അവരുടെ ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്ന് ഉയരുന്ന ഒന്നാണ് ആരാധന എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ നമ്മൾ ദേവാലയത്തിലൊക്കെ പോകുമ്പോൾ ലോങ് സർവീസാണ്, 3 മണിക്കൂർ സമയമെടുക്കുന്നു, അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് കുട്ടികളൊക്കെ പറയാറുണ്ട്. അതുകൊണ്ട് ഷോർട്ട് സർവീസ് ആക്കണം. അപ്പോൾ ഞാൻ അവരോടൊക്കെ പറയാറുണ്ട്, 5 മിനിറ്റ് സർവീസാക്കിയാലും ഈ പറയുന്നവർ ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും. 5 മിനിറ്റ് മതി കുർബാന നടത്താൻ. അപ്പം എടുത്തു നുറുക്കി വാഴ്ത്തി അത് കഴിഞ്ഞു, അത്രയേ ഉള്ളൂ കുർബാന എന്ന് പറഞ്ഞു. എന്നാലും എത്ര പേര് വരും? ഈ നീണ്ടതുകൊണ്ടാണ് വരാത്തത് എന്ന് പറയുന്നത് കൊണ്ടല്ല. ഇത് എല്ലാം നാം ആരെ ആരാധിക്കുന്നുവോ ആ കർത്താവിനോടുള്ള പ്രതിബദ്ധതയെ ആശ്രയിച്ചാണ് ഇരിക്കുക. ആ പ്രതിബദ്ധതയെ ആശ്രയിച്ചാണ് ഇരിക്കുക. ആ കർത്താവിനെ നാം എത്രമാത്രം അറിയുന്നു എന്നതിനെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. പലപ്പോഴും നമുക്ക് ഈ കർത്താവൊന്നും വലിയ കാര്യമൊന്നുമില്ല. നമുക്കൊരു സോഷ്യൽ ഗാദറിങ് എന്നതിനേക്കാൾ അപ്പുറമായിട്ട് ദൈവത്തെ ആരാധിക്കുന്നത് തീരുന്നുണ്ടോ? തീരണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞത് ആശ്രയിച്ചിരിക്കും. യേശു നമുക്കാരാണ്, ഞാൻ ആരാധിക്കുന്നവൻ നമുക്കാരാണ് എന്നതിനെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. അതിന് ഉദാഹരണങ്ങളൊന്നും ആവശ്യമില്ലെന്നാണ് എൻ്റെ വിചാരം. ഇപ്പം ഞാൻ വേണമെങ്കിൽ ഒരു ചെറിയ ഉദാഹരണം പറയും. ഇപ്പോൾ ഹോസ്റ്റലിൽ താമസിക്കുന്ന കുട്ടികളാണെന്ന് വിചാരിച്ചു. അവർ വെക്കേഷന് വീട്ടിൽ വന്നാൽ നിങ്ങളൊന്ന് ആലോചിക്കുക, എവിടെയാണ് അധികം സമയം ചിലവഴിക്കാൻ ശ്രമിക്കുന്നത്? അധിക സമയം ചിലവഴിക്കാൻ ശ്രമിക്കുന്നത് അമ്മയുടെ കൂടെയാണ്. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഓടാന്ന് പറഞ്ഞാലും അമ്മ അടുക്കള പണിയെടുക്കുക, അവിടെ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ട് അവിടെ എത്തും. എന്നിട്ട് സാരി വെറുതെ വർത്താനം പറഞ്ഞു. എന്താ കാര്യം? അമ്മയുടെ സാന്നിധ്യം ഒരുപാട് വിലമതിക്കുന്നുണ്ടെന്നുള്ളത് അത് മിസ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ കിട്ടിയ സമയം മുഴുവനും അമ്മയുടെ പുറകെ നടന്ന് വെറുതെ ആവശ്യമില്ലെങ്കിൽ മമ്മി എന്നൊക്കെ വിളിച്ചുകൊണ്ടിരിക്കും. അത് നീ പറയും മിണ്ടായിരിക്കട്ടെ പോടാ എന്നൊക്കെ നമ്മളൊക്കെ പറയുന്നതൊക്കെ ശരിയാണ്.
ഏതായാലും ഇത് എന്തുകൊണ്ടാണെന്ന് പലപ്പോഴും മനസ്സിലാക്കാത്തതുകൊണ്ടാണ് പോടാന്നൊക്കെ പറഞ്ഞ് ഓടിക്കുന്നത്. പക്ഷെ എന്തുകൊണ്ടാണ്? ഇറ്റ്സ് എൻ എക്സ്പ്രഷൻ ഓഫ് ദെയർ ലവ്, ഡീപ്പ് ലവ്. അതാണ്. അപ്പോൾ ഈ ദൈവം തമ്പുരാനോടുള്ള പ്രതിബദ്ധതയും സ്നേഹവും ഒക്കെ എത്ര ഉണ്ട് എന്നതിനെ ആശ്രയിച്ച ഇതെല്ലാം ഇരിക്കുന്നത്. അപ്പോൾ ഒരു ചോദ്യം വളരെ പ്രസക്തമായിട്ട് നമ്മൾ ചോദിക്കേണ്ട, ആരാധന നമുക്ക് അർത്ഥവത്തായി തീരുന്നില്ലെങ്കിൽ അതിൻ്റെ കാരണം ആരാധിക്കുന്നതിനെ വേണ്ട വിധത്തിൽ ഉൾക്കൊള്ളാൻ, മനസ്സിലാക്കുവാൻ, ആ ആരാധിക്കുന്നവനോ ബന്ധത്തിൽ എവിടെയോ കാര്യമായ കുഴച്ചിൽ സംഭവിച്ചിട്ടുണ്ടെന്നാണ് അതിൻ്റെ കാരണം. അല്ലാതെ വേറെ ഒന്നും. അതാണ് അതിൻ്റെ കാരണം. അപ്പം അതാണ് വിലയിരുത്തേണ്ടത്. നമ്മുടെ കുഴപ്പം അവിടെയാണ്. ആരാധനയ്ക്ക് കുഴപ്പമുണ്ടെന്ന് പറഞ്ഞാൽ ഉടനെ മനസ്സിലാക്കിക്കോണം, സംതിങ് റോങ് വിത്ത് റിലേഷൻഷിപ്പ് വിത്ത് ദ ലോർഡ്. ദൈവമായിട്ടുള്ള ബന്ധത്തിൽ എവിടെയോ കുഴപ്പം സംഭവിച്ചിട്ടുണ്ടെന്നാണ്. ഇന്നത്തെ നമ്മുടെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഒരു ഈ UNSKക്കാരെയൊക്കെ ഒന്ന് വിളിച്ചു കൂട്ടിയായിരുന്നു. 16 സ്ഥലത്ത് വെച്ചാണ് നമ്മുടെ ഭദ്രാസനത്തിൽ UNSK ഞങ്ങളെ കണ്ടത്. ഒരു 4 പള്ളികളിൽ 5 പള്ളികളിലൊക്കെ കൂടി കുട്ടികളെയൊക്കെ വിളിച്ചു. എല്ലാ സ്ഥലത്തും ആവറേജ് ഒരു 80 പേര് ഉണ്ടായിരുന്നു. നല്ല സമയമായിരുന്നു. അവരൊരുപാട് ചോദ്യങ്ങളൊക്കെ എന്നോട് ചോദിച്ചു. ഞാൻ പ്രസംഗിക്കാൻ വേണ്ടി വിളിച്ചതൊന്നുമല്ല, അവരെയൊക്കെ ഒന്ന് പരിചയപ്പെടാമെന്ന് വിചാരിച്ച് അവർക്ക് ചോദ്യങ്ങൾ ചോദിക്കേണ്ടത് കേൾക്കാനൊക്കെ ആയിട്ടാണ്. ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചു. ഞാൻ അറിയാവുന്ന മറുപടിയൊക്കെ പറഞ്ഞു കൊടുത്തു. അതിനുശേഷം അവസാനം പറഞ്ഞു, ഞാൻ നിങ്ങളോട് 3 ചോദ്യം ഞാൻ നിങ്ങളോട് ചോദിക്കാൻ പോകുന്നു. അപ്പോൾ എല്ലാവരും വലിയ സട പറഞ്ഞ് എഴുന്നേറ്റ് എന്താന്ന്. ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു, നിങ്ങളുടെയൊക്കെ വീട്ടിൽ കാലത്തും വൈകിട്ടും വീട്ടുപ്രാർത്ഥന ഉണ്ടോ എന്ന് ചോദിച്ചു. എത്ര വീട്ടിൽ വീട്ടുപ്രാർത്ഥനയുണ്ട് കൈ പൊക്കി കാണിക്കാവോ എന്ന് ചോദിച്ചു. നിങ്ങൾ പറ, എത്ര പിള്ളേർ കൈവക്കി കാണും? ഇപ്പം കൈ വെക്കാൻ പറഞ്ഞില്ല. ഇപ്പോൾ കൈ വെക്കാൻ പറഞ്ഞാൽ നിങ്ങളുടെ വികാരി അച്ഛനും ഓടിയാനേ വിടുന്നു. ഞാനും ഓടും, നിങ്ങൾ ഓടും, ഇടവ ചുമതലക്കാരൊക്കെ ഓടി വല്ലയിടത്തും പോകുമെന്ന് എനിക്കറിയാം. ഞാൻ കൈ വെക്കാൻ പറഞ്ഞില്ല. അവരെത്ര പേര് കൈപൊക്കി കാണുമെന്നാണ് നിങ്ങൾക്ക് തോന്നുന്നത്. പൊക്കിയത് ഈ ഒരു 5-6 പിള്ളേർ കൈ. എനിക്ക് ഭയങ്കര ഷോക്കിംഗ് ആയിരുന്നു. ഒരു 80 പിള്ളേർ വന്നപ്പോൾ എങ്ങനെയായാലും 10-60 വീട്ടിൽ നിന്നുള്ള പിള്ളേരുണ്ട് അല്ലേ. അതിൽ കൂടുതൽ പിള്ളേരൊക്കെ ഇവിടെ ഉണ്ടെങ്കിലും അത്ര പേര് അവിടെ വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു. അവർ പറഞ്ഞു 6 പിള്ളേരാണ്ട് കൈവക്കി. മിക്കവാറും എല്ലാ ഗ്രൂപ്പിലും 16 സ്ഥലത്തും ഇങ്ങനെ തന്നെയാണ് സംഭവിച്ചത്. ഞാൻ പറഞ്ഞു, ഇത് നിങ്ങളുടെ കുഴപ്പമല്ല. അല്ലേ, വീട്ടുപ്രാർത്ഥന നടക്കുന്നുണ്ടോ ഇല്ലയോ അതിൻ്റെ ഉത്തരവാദിത്വം പിള്ളേരുടെ തലയ്ക്ക് വയ്ക്കാനൊന്നും പറ്റത്തില്ല. അതിൻ്റെ സകല ഉത്തരവാദിത്വം മാതാപിതാക്കൾക്ക്, പ്രത്യേകിച്ച് സ്ത്രീകൾക്കാണ്. സ്ത്രീ വിചാരിച്ചാലേ വീട്ടുപ്രാർത്ഥന നടക്കുകയുള്ളൂ. അപ്പൻ ഉഴപ്പിയാലും അമ്മ വിചാരിച്ചാൽ വീട്ടുപ്രാർത്ഥന നടക്കും അല്ലേ. അതിൻ്റെ അർത്ഥം അമ്മമാർ കാര്യത്തെക്കുറിച്ച് അത്ര വലിയ താല്പര്യമൊന്നും പ്രകടിപ്പിക്കും. എല്ലാ വീട്ടിലൊക്കെ ഇപ്പോൾ 2 നേരം എന്ന് ചോദിച്ചതുകൊണ്ട് അത്രയും കുറഞ്ഞതെന്ന് എനിക്കറിയാം. 1 നേരംകാരൊക്കെ കുറേയും കൂടെയൊക്കെ കാണുമായിരിക്കും അല്ലേ. എന്തുകൊണ്ടാണ് അതെന്താ അങ്ങനെ സംഭവിച്ചു? രണ്ടാമത്തെ ചോദ്യം ചോദിച്ചു, നിങ്ങൾ എത്ര പേർ തനിച്ച് കാലത്തും വൈകിട്ടും തനിച്ച് വേദോസം വായിക്കുന്നവർ എത്ര പേരുണ്ടെന്ന് ചോദിച്ചു. ഞാനിപ്പോൾ ഇവിടെ ചോദിച്ചാൽ എങ്ങനെ ഉണ്ടാവും? ഞാൻ കൈവെക്കാൻ പറയുന്നില്ല, നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയെന്ന് എനിക്കറിയാം. കർത്താവേ കൈവെക്കാൻ പറയല്ലേ എന്ന് നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അപ്പോഴും ഉണ്ട് 1-2 കൈ കൂടെ കൂടുതൽ പൊങ്ങിയിട്ടിരുന്നേ ഉള്ളൂ. കൂടിയ 2-3 കൂടെ കൂടി പൊങ്ങി കാണും, അത്രേ ഉള്ളൂ. ഞാൻ വീണ്ടും ചോദിച്ചു, നിങ്ങൾ എത്ര പേർ കാലത്തും വൈകിട്ടും ഒരു 10 മിനിറ്റെങ്കിലും പ്രാർത്ഥിക്കുന്നുണ്ട് തനിച്ച് കാലത്തും വൈകിട്ട് 10 മിനിറ്റ്? അപ്പോൾ അതിന് 1-2 കൂടെ കൂടുതലുണ്ടായിരുന്നു. അത്രേ. ഒരു 80 പേരുണ്ടെന്ന് വിചാരിച്ചോണം ആ ഏവറേജ്. അതിന് കിട്ടിയ മറുപടിയാണിത്. എന്താ കുഴപ്പം ഞാൻ നേരത്തെ പറഞ്ഞതാണ്. നേരത്തെ പറഞ്ഞത് തന്നെയാണ്. ഏതാ? നാം ആരെ ആരാധിക്കുന്നു, വലിയ നിശ്ചയം. അതിനെക്കുറിച്ച് യാതൊരു നിശ്ചയമില്ല, തിട്ടവുമില്ല. അതാ കുഴപ്പം. അതുകൊണ്ടായിരുന്നുവെങ്കിൽ എത്ര വ്യത്യസ്തമായേനെ അല്ലേ, എത്ര വ്യത്യസ്തമായേനെ. കുറച്ച് 2-3 വർഷങ്ങൾക്ക് മുമ്പ്
ഞാൻ അവരോടൊക്കെ പിള്ളേരോടൊക്കെ പറഞ്ഞപ്പോൾ ഇത് പറഞ്ഞു ഞാൻ 2-3 വർഷങ്ങൾക്ക് മുമ്പ് മാരാമൺ കൺവെൻഷൻ ഈ വേദപുസ്തകത്തോടുള്ള പ്രതിബദ്ധത വർദ്ധിക്കുന്നതിൻ്റെ അല്ലെങ്കിൽ ഇല്ലാതെ പോകുന്നതിൻ്റെ റീസണിനെക്കുറിച്ച് ഒരു സായിപ്പ് വന്നപ്പോൾ പ്രസംഗിച്ചു. സായിപ്പ് പ്രസംഗിച്ചത് ഇതാണ്. സായിപ്പ് പറഞ്ഞു, ഒരു പിതാവ് അദ്ദേഹത്തിൻ്റെ മകൾ ഇങ്ങനെ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുക, പഠിത്തം കഴിയുമ്പോഴത്തേക്കും അവളെ കെട്ടിക്കണം എന്നൊക്കെ വിചാരിച്ചിട്ട് ഒരു ചെറുക്കനെയൊക്കെ തപ്പിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അതിനിടയ്ക്ക് അദ്ദേഹം ഒരാളെ കണ്ടുപിടിച്ചു. നല്ല മിടുക്കനൊരു ചെറുപ്പക്കാരൻ, കുറേ പുസ്തകങ്ങളൊക്കെ എഴുതും, നല്ല മിടുക്കനാണ്. അപ്പോൾ ഇവളുടെ മനസ്സിൽ ഇയാളെക്കുറിച്ചൊരു ആരാധന ഉണ്ടാകണമെന്ന് കരുതിക്കൊണ്ട് അവളുടെ 18ാമത്തെ ബർത്ത്ഡേക്ക് അയാളൊരു സമ്മാനം കൊടുത്തു. സമ്മാനം കൊടുത്ത് ഇയാൾ എഴുതിയ 4-5 പുസ്തകങ്ങളാണ് കൊടുത്തത്. ബർത്ത്ഡേക്ക് ഇയാളൊരു കെട്ട് സമ്മാനം കൊടുത്തു കഴിഞ്ഞപ്പോൾ വളരെ ആകാംക്ഷയോടെ കെട്ട് പൊട്ടിച്ചപ്പോൾ പുസ്തകം വലിച്ചൊരു കൊടുത്തു. അവളൊരു ഡയമണ്ട് റിങ്ങോ ഡയമണ്ട് കാതിപ്പ് എന്താണ്ടൊക്കെ പ്രതീക്ഷിച്ച് കിട്ടിയത് 5 പുസ്തകം വലിച്ചൊരു കൊടുത്തു. അപ്പനോട് വഴക്കുണ്ടാക്കി. പഠിത്തമൊക്കെ കഴിഞ്ഞപ്പോൾ ഈ അപ്പൻ ഈ പയ്യനെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുത്തു. കാരണം അവരൊന്ന് സംസാരിച്ച് അവർക്ക് ഇഷ്ടപ്പെട്ടെങ്കിലല്ലേ മുമ്പോട്ട് പോകാനൊക്കെ ഉള്ളൂ എന്ന് വിചാരിച്ചുകൊണ്ട് പരിചയപ്പെടുത്തി. അപ്പോൾ അവരൊന്ന് സംസാരിക്കുന്നതിന് വേണ്ടിയൊക്കെയുള്ള അവസരം കൊടുത്തു. അപ്പോൾ ഈ വർത്തമാനം പറഞ്ഞുകൊണ്ടിരുന്ന സമയത്ത് ഈ ചെറുക്കൻ ചോദിച്ചു, എൻ്റെ പുസ്തകങ്ങളൊക്കെ വായിച്ചായിരുന്നു എന്ന് ചോദിച്ചു. അപ്പോൾ അവൾ ചോദിച്ചു, ഏത് പുസ്തകം? അവൻ പറഞ്ഞു, കഴിഞ്ഞ ബർത്ത്ഡേക്ക് പപ്പ ഒരു സമ്മാനം തന്നില്ല, 5 പുസ്തകം. അത് ഞാൻ എഴുതിയ പുസ്തകങ്ങളാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കി. അവൾ വീട്ടിൽ ചെന്ന് ആദ്യം ചെയ്യുന്ന പണി എന്തായിരിക്കും? ഇവിടെ വലിച്ചെറിഞ്ഞ പുസ്തകം തപ്പി എടുത്തേനെ അല്ലേ? ശരിയല്ലേ ഞാൻ പറഞ്ഞു? എന്നിട്ട് ഒറ്റ ഇരിപ്പിലിരുന്ന് 5 പുസ്തകം വായിച്ചേനെ. ഇപ്പോൾ വ്യത്യാസം എന്താ തമ്മിൽ? ഓതറിനോടുള്ള സ്നേഹമാണ് അല്ലേ? അതല്ലേ കാര്യം. അതിൽ വ്യത്യാസമൊന്നുമില്ല. ഇപ്പോൾ വലിച്ചെറിഞ്ഞ അതേ പുസ്തകം തന്നെയാണ്. ഇപ്പോൾ ഓതറിനോടുള്ള ബന്ധത്തിൽ വ്യത്യാസം സംഭവിച്ചു. അതാ കുഴപ്പം. ഈ ദൈവവചനം വായിക്കുന്നതിനും ധ്യാനിക്കുന്നതിനുമൊക്കെയുള്ള താല്പര്യം നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നുവെങ്കിൽ അർത്ഥം അതിൻ്റെ ഓതറിനോടുള്ള ബന്ധത്തിൽ കുഴപ്പമുണ്ടെന്നാണ് എൻ്റെ അർത്ഥം. അതിലാണ് വേറെ ആരും മറുപടിയില്ല അല്ലേ? ഇതെല്ലാം നമ്മളുടെ ജീവിതത്തിലൊക്കെ സംഭവിക്കുന്നു. അതുകൊണ്ട് തന്നെ തലമുറകളിലേക്കും ഇത് തന്നെ കടന്നുകൂടിയിട്ടുണ്ട്. ഇന്ന് നമ്മൾ ആദ്യ കുർബാന സമയത്ത് മാമോദീസ കഴിഞ്ഞ് മാതാപിതാക്കളെ ഏൽപ്പിച്ച ഒരു ദൗത്യത്തെക്കുറിച്ച് പറഞ്ഞത് ഓർക്കുന്നുണ്ടോ എന്തോ എനിക്കറിഞ്ഞു അല്ലേ? മാമോദീസ കഴിഞ്ഞപ്പോൾ കുട്ടികളെ കൈ തന്നു കഴിയുമ്പോൾ പ്രധാന കാർമ്മികൻ ഓർമ്മിപ്പിക്കുന്ന കാര്യമാണ് എന്താണ്? നിങ്ങൾ ക്രമമായി പൈതലിന് വേണ്ടി പ്രാർത്ഥിക്കണം. ഈ പൈതൽ വളർന്നു വരുന്നതനുസരിച്ച് കർത്താവായ യേശു മിശിഹായുടെ വിശ്വാസത്തിലും സഭയുടെ ഉപദേശത്തിലും വളർത്തണം. നിങ്ങൾ എല്ലാ കാര്യങ്ങളിലും പൈതലിനെ മാതൃകയായിരിക്കും. ഈ പൈതൽ വളർന്ന് സ്വയമായി സാത്താനെ ഉപേക്ഷിക്കുന്നു, മെസ്സിയായിൽ ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറയത്തക്ക വിധത്തിൽ ഈ പൈതലിനെ അഭ്യസിപ്പിക്കേണ്ട ചുമതല സഭ നിങ്ങളെ ഏൽപ്പിച്ചിരുന്നു. ഇങ്ങനെ വളരെ ലളിതമാണ്, എന്നാൽ വളരെ അടിസ്ഥാനപരമാണ്. ഞാനിപ്പോൾ ചോദിച്ചോട്ടെ, നിങ്ങൾ എത്ര പേർ നിങ്ങളുടെ കുട്ടികൾ യേശുവിനെ കർത്താവും രക്ഷിതാവുമായി സ്വീകരിച്ചിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്തിയിട്ടുണ്ട്? ഒരിക്കലെങ്കിലും അന്വേഷിച്ചിട്ടുണ്ടോ? യേശു കുഞ്ഞ് നിനക്ക് ആരാണെന്ന് ചോദിച്ചിട്ടുണ്ടോ? സൺഡേ സ്കൂളിൽ ചോദിച്ചിട്ടുണ്ടോ? സൺഡേ സ്കൂൾ ബിരുദ പരീക്ഷയ്ക്ക് വേണ്ടി അടുത്ത ആഴ്ച ഇന്നാണല്ലോ ബിരുദ പരീക്ഷ, ഇന്നാണല്ലോ പരീക്ഷ. ഇന്ന് പരീക്ഷയാണ്. എന്തെല്ലാം ക്വാർട്ടർലി എക്സാം, മോഡൽ എക്സാം ഒക്കെ നടത്തിയിട്ടുണ്ടാവും. ഒക്കെ സംശയമില്ല, എനിക്ക് സംശയമില്ല. നല്ല മാർക്കും പിള്ളേർ മേടിക്കുന്നുണ്ട്. എന്നാൽ അവർ യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്തിയിട്ടുണ്ടോ അധ്യാപകർ? ഒരിക്കലെങ്കിലും ചോദിച്ചിട്ടുണ്ട്. 10 കൊല്ലം നിങ്ങളുടെ കയ്യിൽ കൂടെ വരിക, 10 അല്ല 12 കൊല്ലം ശരിക്കും ഞാൻ വരും. ആ കയ്യിൽ കൂടെ വന്നിച്ച് പോകുമ്പോഴത്തേക്കും യേശുവാണ് എൻ്റെ അല്ല, യേശുവാണ് എൻ്റെ രക്ഷിതാവ്, എൻ്റെ കർത്താവ്, എല്ലാത്തിനേക്കാളപ്പുറം യേശുവിനെ സ്നേഹിക്കുന്നുവെന്ന് ജീവിതത്തിൻ്റെ അനുഭവത്തിലൂടെ സാക്ഷിപ്പാൻ തക്കവണ്ണം നമുക്ക് സാധിക്കുന്നുണ്ടോ? നമ്മളിന്ന് നിലവിളിക്കുന്നവരാ, കുഞ്ഞുങ്ങൾ കയ്യിൽ നിന്ന് പോയി എന്ന് പറഞ്ഞിട്ട്. ശരിയല്ലേ? എന്നോടൊരു കാത്തലിക് ബിഷപ്പ് പറഞ്ഞു, ഞങ്ങളുടെ 2 സൺഡേ സ്കൂൾ അധ്യാപകരെ കൊണ്ടുപോയി. ഞാനിതൊക്കെ ഈ ലൈവായതുകൊണ്ടാണ് ബാക്കി കൃത്യമായിട്ട് പറയാൻ. കൊണ്ടുപോയി എന്ന് പറഞ്ഞു.
ഞാൻ പറഞ്ഞത് എന്താണെന്നും അദ്ദേഹം പറഞ്ഞതെന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുന്ന എൻ്റെ വിചാരം. ഞങ്ങൾ 2 സൺഡേ സ്കൂൾ ടീച്ചർമാരെ കൊണ്ടുപോയി. ഞാൻ ആ പിതാവിനോട് ചോദിച്ചു, എൻ്റെ പിതാവ് ആരെയാണ് കുറ്റം പറയുന്നത്? ആരെയാണ് കുറ്റം പറയുന്നത്? നമ്മൾ ആരെ കുറ്റം പറയണം? ആരോ ചിരിച്ചു കാണിച്ചപ്പോൾ ദൈവത്തെ മറന്നു, ദേവനെ എല്ലാം മറന്നു, അപ്പനെ മറന്നു, അമ്മയെ മറന്നു ഇറങ്ങി. ആരാണ്ട് ചിരിച്ചു കാണിച്ചേ ഉള്ളൂ, വേറെ ഒന്നും കാണിച്ചില്ല. അപ്പോൾ എല്ലാം മറന്നിട്ട് പോയി. ആരെയാണ് കുറ്റം? അതും സൺഡേ സ്കൂൾ ടീച്ചർ. മനസ്സിലായോ? നിങ്ങൾ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? എന്താ കാരണം? അടിത്തറ ശരിപ്പെട്ടിട്ടില്ല എന്നുള്ളത് കൊണ്ടാണ് കാരണം. പള്ളി കൊണ്ടുപോയിന്നോ സൺഡേ സ്കൂൾ വിട്ടെന്നോ ഇതൊന്നും കാര്യമില്ല. അവർ യേശുവുള്ള കുട്ടികളായി വളർത്തുവാൻ നാം പരാജയപ്പെട്ടു പോയി. നല്ല കുട്ടിയെ വളർത്തിയാൽ പോരാ, യേശുവുള്ള കുട്ടിയെ വളർത്തണം. ഇത് തമ്മിൽ വ്യത്യാസമുണ്ട്, വളരെ വ്യത്യാസമുണ്ട്. ഒന്നല്ല, രണ്ടും രണ്ടാണ്. നല്ല കുട്ടിയും യേശുവുള്ള കുട്ടിയും തമ്മിൽ വളരെ വ്യത്യാസം. യേശുവുള്ള കുട്ടി നല്ല കുട്ടിയാകും. നല്ല കുട്ടിക്ക് യേശു ഉണ്ടാകണം നിർബന്ധമില്ല. മൂല്യങ്ങളുള്ള വീട്ടിൽ വളരുന്ന കുട്ടിക്ക് മൂല്യമുള്ള കുട്ടിയായി വളരും, അതിന് സംശയങ്ങളില്ല. അപ്പം നമ്മുടെയൊക്കെ ഭവനങ്ങൾ എന്തുണ്ടാവണം? യേശു കർത്താവിന് മൂലക്കല്ലായി കെട്ടുപണി ചെയ്യപ്പെട്ട ഭവനമായി തീരണം. അവർക്കാണ് സത്യത്തിൽ ആത്മാവിൽ ആരാധിക്കാൻ ഒക്കുകയുള്ളൂ, അല്ലാത്തവർക്കൊന്നും ഒക്കത്തില്ല. യാതൊരു വിധത്തിലും ഒക്കില്ല, യാതൊരു വിധത്തിലും സാധിക്കില്ല. അത് നമ്മൾ മറന്നു പോകരുത്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഉറപ്പ് വരുത്തിക്കോണം. ഇവിടെ ഇരിക്കുന്ന പ്രായമുള്ളവർ ഭാഗ്യവാന്മാരും ഭാഗ്യവതികളുമാണ്. കാരണം മുട്ടയിൽ നിൽക്കുന്ന അമ്മയെയും തിരുവചനത്തിൻ്റെ മുമ്പിലിരുന്ന് നെടുവീർപ്പിടുന്ന അപ്പനെയും കണ്ട് വളരാനുള്ള ഭാഗ്യം ലഭിച്ചിട്ടുള്ളവരാണ്. ഞാൻ പറഞ്ഞത് ശരിയാണോ? മുടി നരച്ചവരോടാണ് ചോദിച്ചത്. ശരിയാണെന്ന് എനിക്കറിയാം. മുട്ടയിൽ നിൽക്കുന്ന അപ്പനെ നിങ്ങൾ കണ്ടിട്ടുണ്ട്, തിരുവചനം ധ്യാനിക്കുന്ന അമ്മയെ കണ്ടിട്ടുണ്ട്. ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഈ തലമുറയിൽ ജനിച്ചു വീഴുന്ന വളരുന്ന കുഞ്ഞുങ്ങൾ ഇത് കണ്ടിട്ടുണ്ടോ? മുട്ടയിൽ നിൽക്കുന്ന അമ്മനെ കണ്ടിട്ടുണ്ടോ? തനിച്ചിരുന്നിങ്ങനെ നെടുവീർപ്പിടുന്ന അമ്മയെ കണ്ടിട്ടുണ്ടോ? തിരുവചനത്തിൻ്റെ മുമ്പിലിരുന്ന് കണ്ണുനീർ തൂകുന്ന അപ്പനെ കണ്ടിട്ടുണ്ടോ? ഇതൊക്കെ എവിടാ നേരം? ഇതൊക്കെ വളരെ അപ്രധാനമാണ്. നമ്മൾ അവർക്ക് വേണ്ടി ഓടുകയല്ലേ, സമ്പാദിക്കുകയല്ലേ. എന്നിട്ട് എന്നാ വേണം? ആർക്ക് വേണം? കൊടുക്കേണ്ടത് കൊടുക്കണം. എന്താണ്? യേശുവിനെ കൊടുക്കണം. സൺഡേ സ്കൂളിൻ്റെ കം ടു ജീസസ് ആൻഡ് ബ്രിങ് എവരി വൺ ടു ജീസസ്, അതാണ് പറഞ്ഞേക്കണേ. അല്ലാണ്ട് വെറുതെ സൺഡേ സ്കൂളിൽ ബിരുദ പരീക്ഷയ്ക്ക് 90% വാങ്ങിക്കുന്നതല്ല നിങ്ങളുടെ ലക്ഷ്യം. യേശുവിനെ കാണിക്കുക, യേശുവോടുകൂടെ വളരുകയും ചെയ്യുന്ന തലമുറയെ വാർത്തെടുക്കുന്നതാണ് നമ്മുടെ ദൗത്യം. അത് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അമ്പേ പരാജയപ്പെട്ടു പോയിരിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. അമ്പേ പരാജയപ്പെട്ടു, അതാണ് സത്യമാണ്. അമ്പേ പരാജയപ്പെട്ടു പോയിരിക്കുന്നു എന്നുള്ളതാണ് സത്യം. അതിന് കുറ്റം ഞാൻ മുതൽ തുടങ്ങണം, അല്ലെ മെത്രാപ്പൊലീത്ത മുതൽ താഴോട്ട് തുടങ്ങണം. ഞങ്ങളുടെയാണ് ഉത്തരവാദിത്വം കൊണ്ടാണ്, ഞങ്ങളുടെ കുഴപ്പം കൊണ്ടാണ് ശരിയാവാതെ പോയെന്ന് പറയും. എന്ന് പറഞ്ഞ് നമുക്ക് മറ്റുള്ളവരുടെ മുമ്പിലേക്ക് വിരൽ ചൂണ്ടാറില്ല. ഗ്രാസ് റൂട്ട് ലെവലിൽ ശരിപ്പെട്ടേ പറ്റുള്ളൂ. അതുണ്ടാകാത്തതിൻ്റെ പ്രശ്നമാണ് ഈ സഭകളിലൊക്കെ കാണുന്ന വഴക്ക്, സഭയുടെ അകത്ത് കാണുന്ന വഴക്ക്. യേശുവിനെ ഉയർത്തി കാണിക്കുന്നതല്ല പ്രയാസം, നമ്മുടെ പ്രൊജക്ഷനാണ്. യേശുവിനെ നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും ഉന്നതമായി എൻ്റെ തമ്പുരാന് വേദനിക്കുന്ന വിധത്തിൽ ഞാനൊന്നും ചെയ്യില്ല, ചെയ്യാൻ പറ്റില്ല. അതായിരുന്നു പൂർവ്വപിതാക്കന്മാരിൽ നമ്മൾ കണ്ടത്. അതുകൊണ്ടാണ് ഈ പമ്പായുടെ കരയിലുണ്ടായിരുന്ന പാവപ്പെട്ട കുറച്ച് മനുഷ്യർ, അവർ യേശുവിനെ കണ്ടുമുട്ടിയപ്പോൾ നവീകരണ സഭയുടെ ഉത്ഭവ മകനെയാണ്. ഒന്നുമില്ലാത്ത പാവപ്പെട്ട സാധാരണക്കാരായ മനുഷ്യരാണ്. അല്ലെ, പള്ളിയിൽ അച്ഛന് ശമ്പളം കൊടുക്കാൻ പോലും കാശില്ലാത്ത മനുഷ്യർ. എന്നിട്ട് കഞ്ഞിക്ക് അരിയിടുമ്പോൾ അതിൽ നിന്ന് പിടിച്ചിട്ടാണ് അത് വിറ്റിട്ടാണ് അച്ഛന് ശമ്പളം കൊടുത്തുകൊണ്ടിരുന്നത്. അങ്ങനെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നൊരു സഭയിലെ അംഗങ്ങളാണ് നമ്മളൊന്ന് ഓർത്തോണം. ഇന്നത്തെ ലോകമെമ്പാടും കഴിഞ്ഞ ദിവസം ഒരു കാർഡിനാൾ പറഞ്ഞു, ഈ ക്രിസ്തീയ സഭയിൽ ഏറ്റവും സമ്പന്നന്മാരുള്ള സഭയാണ് മാർത്തോമാ സഭ. അതെനിക്കത് ശരിയാണ്. അവർ ഒരുപാട് മെമ്പേഴ്സൊക്കെ ഉണ്ടെങ്കിലും സമ്പന്നന്മാരുടെ ഉള്ള ഒന്നുമില്ലായ്മയിൽ നിന്ന് ഇത്രയും എല്ലാം ഇതാണ് അടിത്തറ യേശുവിലായിരുന്നു. അതുകൊണ്ടാണ് അതൊക്കെ സംഭവിക്കും. ഇത് തിരിച്ചു പിടിക്കണം. അതിന് ഈ തലമുറയിൽ ജീവിക്കുന്ന നമ്മുടെ ഉത്തരവാദിത്വം ഇത് തിരിച്ചു പിടിക്കണം.
തിരിച്ചു പിടിച്ചേ ഒക്കൂ. ഞാൻ നിങ്ങളോട് അച്ഛനോട് പറഞ്ഞു 1 മണി വരെ പ്രസംഗിച്ചോളാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത്ര നേരം പ്രസംഗിക്കണമെന്ന് അറിയാൻ വരും. ഏതായാലും ഇന്ന് നമ്മൾ വചന ശുശ്രൂഷ നിർവഹിക്കാമെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. ഇത് ആഗമന കാലമാണ്. നമ്മുടെ കർത്താവിൻ്റെ വരവിനെക്കുറിച്ച് സഭ ആകാംക്ഷയോടെ കാത്തിരിക്കുകയും ഒരുങ്ങുകയും ചെയ്യുന്ന കാലഘട്ടമാണ്. കർത്താവിൻ്റെ ജനനത്തോട് ബന്ധപ്പെട്ട സംഭവങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഈ ഞായറാഴ്ചകളിലെല്ലാം ഇനി ധ്യാനിക്കാൻ പോകുന്നത്. ഇന്നത്തെ ധ്യാനം സക്രിയാവിനുണ്ടായ അരുളപ്പാടിനെക്കുറിച്ചാണ്, അല്ലേ? ഏകദേശം 400 വർഷക്കാലം സഭയിൽ ഒരു പ്രവാചക ശബ്ദം ഉണ്ടായില്ല, ഒരു വിഷനും ഉണ്ടായില്ല. ഡാർക്ക് പീരീഡ് എന്ന ആ കാലഘട്ടത്തെക്കുറിച്ച് പറയുന്നത്. ഒരു പ്രവാചക ശബ്ദവുമില്ല, ഒരു വിഷനുമില്ല. അങ്ങനെ പ്രവാചക ശബ്ദവുമില്ല, വിഷനും ഇല്ലെങ്കിൽ ചത്തേ ചതഞ്ഞെന്ന് പറഞ്ഞിട്ട് പോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അവരും ദേവാലയത്തിലൊക്കെ അന്നും പോയി കാണും. വേണമെങ്കിൽ ഇന്നത്തെ നമ്മുടെ കാലഘട്ടത്തെ വേണമെങ്കിൽ ആ വിധത്തിൽ വേണമെങ്കിൽ കാണുന്നതിൽ തെറ്റില്ലെന്നാണ് എൻ്റെ ഒരു വിചാരം. ഡാർക്ക് ഏജ് എന്ന് വേണമെങ്കിൽ പറയും. ആട്ടെ, ആ സമയത്താണ് എന്തുണ്ടായേ ഇന്ന് സക്രിയായെയും എലിസബത്തിനെ കുറിച്ച് പറയപ്പെടുന്നു. ഒരു അച്ഛൻ്റെ വീടാണ്, വലിയച്ഛനും കൊച്ചമ്മയാണ്, അല്ലേ? പ്രായമായ മനുഷ്യരുമാണ്. എന്നാൽ അവരുടെ അന്നത്തെ ഇത് വെച്ച് നറുക്കിട്ടിട്ട് അതിനനുസരണമായ വിധത്തിലാണ് ഇവർക്കൊക്കെ ആരാധിക്കാൻ, യെരുശലേം ദേവാലയത്തിൽ ആരാധിക്കാനായിട്ടുള്ള അവസരം കിട്ടുക. അവിടെ കിട്ടുകയുള്ളൂ. അല്ലാത്ത സമയത്ത് സിനഗോഗിലാണ്. പള്ളി എന്ന് പറയുന്നത് യെരുശലേം പള്ളി, ഒറ്റ പള്ളിയേ ഉള്ളൂ. മറ്റതൊക്കെ നമ്മുടെ കുരിശുപള്ളി പോലത്തെ പരിപാടിയാണ്. അപ്പം അവർക്ക് ആരാധിക്കാൻ സമയം കിട്ടിപ്പോയപ്പോൾ ഉണ്ടായ സംഭവത്തെക്കുറിച്ചാണ് ഇവിടെ ഉണ്ടായത്. ഇവരെക്കുറിച്ച് പറയുന്നത് എന്താണ്? കുറ്റമറ്റവർ, നീതിമാന്മാർ. രണ്ടും അങ്ങനെയാണ്, അല്ലേ? രണ്ടുപേരെക്കുറിച്ചും അങ്ങനെയാണ് പറയുന്നത്. രണ്ടുപേരും കുറ്റമില്ലാത്തവരും നീതിമാന്മാർ എന്ന് വെച്ചാൽ സമൂഹത്തിൽ മാന്യമായി അവരെക്കുറിച്ച് എപ്പോഴും സാക്ഷ്യമുണ്ട്. നല്ല മനുഷ്യരാണ്, ദൈവത്തെ മാനിക്കുന്നവർ, സ്നേഹിക്കുന്നവർ, കാര്യം നല്ലൊരു സാക്ഷ്യം വഹിച്ചവർ. പക്ഷെ ഒരു കുഴപ്പം, മക്കളില്ല. അന്നത്തെ സമൂഹത്തിൽ മക്കളില്ലെങ്കിൽ ഇവരെക്കുറിച്ച് ശപിക്കപ്പെട്ടവരെന്ന വിധത്തിലാണ് കാണുന്നത്. മച്ചിയാകയാൽ, അപ്പോൾ പണ്ട് കാലത്തെ ആ കാലത്തൊക്കെ ഉണ്ടായിരുന്ന ചിന്ത എന്ന് പറയുന്നത് മക്കളില്ലാത്തതിൻ്റെ സകല ഉത്തരവാദിത്വം സ്ത്രീക്കാണെന്നാണ് ചിന്ത വെച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ടാണ് ഈ സ്ത്രീയെയാണ് കുറ്റം പറഞ്ഞുകൊണ്ടിരുന്നത്. സ്ത്രീയാണ് ചിലപ്പോൾ ഇന്നറിയാം, സ്ത്രീ തന്നെ ഉത്തരവാദിയല്ല, പുരുഷനും അതിന് ഉത്തരവാദിത്വമുണ്ട്. ചിലപ്പോൾ ആരുടെ കൊണ്ടാണെന്നുള്ളത് അറിഞ്ഞുകൂടെ. അന്നത്തെ കാലത്ത് അങ്ങനെയല്ല. അതുകൊണ്ടാണ് അന്ന് അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നത്. അതെന്തെങ്കിലും ആകട്ടെ, അതല്ല വിഷയം. പക്ഷേ ഇവരെ അപഹസിക്കപ്പെടുന്നവരാണ് സമൂഹത്തിൽ. അവരെ മാനിക്കുന്നവരാണ്, ദൈവത്തെ വിളിക്കുന്നവരാണെന്നുള്ള വിധത്തിലൊക്കെ അവർ അംഗീകരിക്കുന്നുണ്ടെങ്കിലും ഇവർക്ക് എന്തുകൊണ്ട് കുഴപ്പം? ഇത് എപ്പോഴും ഇന്നും നമ്മുടെ സമൂഹത്തിൽ അറിഞ്ഞോ അറിയാതെയോ പറയുന്നവരാണ്. ഇപ്പം നല്ല ദൈവത്തെ വിളിച്ച് ദൈവത്തോടു കൂടെ ജീവിക്കുന്ന ഒരാൾക്ക് ഒരു ക്രൈസിസ് ഉണ്ടായാൽ, നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ അപ്പുറമായ ഒരു ക്രൈസിസ്, ഒരു പ്രശ്നം ഉണ്ടായാൽ നമ്മളെന്താ പറയും? എവിടെ എന്താണ്ട് കുഴപ്പമുണ്ട്, അല്ലെങ്കിൽ ഇവർക്ക് എന്താ ഇങ്ങനെ വന്നേ, ഈ ദൈവമനുഷ്യർക്ക് ഇങ്ങനെ വന്നേ എന്താ എന്ന് അറിഞ്ഞോ അറിയാതെ ചോദിക്കും. ഇന്ന് നമ്മൾ ചോദിക്കുന്നതാണ്. എന്നാൽ തിരുവചനം വളരെ കൃത്യമായിട്ട് പഠിപ്പിക്കുന്നത് എങ്ങനെയാണ്? ദൈവത്തോടു കൂടെ ജീവിക്കുന്നവർക്ക് കഷ്ടത ഉണ്ടാകിയില്ല എന്ന് വേദപുസ്തകം പഠിപ്പിക്കുന്നില്ല. ദൈവത്തോടു കൂടെ ജീവിക്കുന്നവർക്ക് കഷ്ടത ഉണ്ടാകുകയില്ല എന്ന് വേദപുസ്തകം പഠിപ്പിക്കുന്നേയില്ല. ഇപ്പോൾ നല്ലൊരു ഉദാഹരണം പറഞ്ഞാൽ കാനാവിലെ കല്യാണഭവൻ. അവിടെ യേശു ഉണ്ടായിരുന്നപ്പോഴാണല്ലോ വീട്ടിലെ വീഞ്ഞ് തീർന്നേ, അല്ലേ? യേശു ശിഷ്യന്മാർ വീട്ടിലുണ്ടായിരുന്നു, അപ്പോഴാണ് പ്രശ്നം. അപ്പോൾ ദൈവത്തോടു കൂടെ ജീവിക്കുന്നവർക്ക് കഷ്ടത ഉണ്ടാകില്ലെന്ന് വേദപുസ്തകം പഠിപ്പിക്കുന്നത്. ഇപ്പോൾ ചിലരൊക്കെ നമ്മുടെ വീടുകളിലൊക്കെ കയറുന്നുണ്ടെന്ന് വിചാരിക്കുക. ഒരു ആൾക്കൊരു ക്യാൻസർ വന്നു, അപ്പോൾ കയറും, നിങ്ങൾ ഇന്നത് ചെയ്യാഞ്ഞത് കൊണ്ടാണ് നിങ്ങൾക്ക് ക്യാൻസർ പിടിച്ചത്. ഇതൊക്കെ നിങ്ങളുടെ വീടുകളിലൊക്കെ കയറി കാണുന്ന എൻ്റെ വിചാരം. അല്ലെങ്കിൽ നിങ്ങൾ ഇന്നത് ചെയ്യാഞ്ഞത് കൊണ്ടാണ് മോളുടെ കല്യാണം നടക്കാത്തത്, അല്ലെങ്കിൽ ജോലി കിട്ടാത്ത അതാന്ന് വന്ന് പറയും. അത് നമ്മളെ തെറ്റിദ്ധരിപ്പിക്കുന്നത്. വേദപുസ്തകത്തിനകത്ത് അങ്ങനെയൊന്നുമില്ല. ദൈവത്തോടു കൂടെ ജീവിച്ചാലും എന്തുണ്ടാവും? ക്രൈസിസ് ഉണ്ടാവും, കഷ്ടതയുണ്ടാവും. പക്ഷേ ഒരു വാഗ്ദാനം തമ്പുരാൻ നമുക്ക് തന്നിട്ടുണ്ട്. എന്താണെന്നറിയാമോ? എന്ത് കഷ്ടത കൂരിരുൾ താഴ്വരയുടെ അനുഭവത്തിലൂടെ നടന്നാലും ഞാൻ ഒരനർത്ഥവും ഭയപ്പെടുകയില്ല, കാരണം നീ എന്നോടുകൂടെ ഇരിക്കുന്നുവല്ലോ. അവിടെയാണ് നമ്മുടെ ധൈര്യം.
എന്താണ്? ഞാൻ തനിച്ചല്ലല്ലോ. ഞാൻ ഏത് ക്രൈസിസ് അനുഭവിക്കുമ്പോഴും എന്നോടുകൂടെ തമ്പുരാനുണ്ടെങ്കിൽ അവയെ ധൈര്യത്തോടുകൂടി, തൻ്റെ ഇടത്തോടെ, പുഞ്ചിരിയോടുകൂടി അഭിമുഖീകരിക്കുവാൻ, അതിജീവിപ്പാൻ നമുക്ക് സാധിക്കും. ഈ കാലഘട്ടത്തിൽ സംഭവിക്കുക എന്തെങ്കിലും ചെറിയ പ്രശ്നം ഉണ്ടായാൽ മതി, എന്തുണ്ടാവും? അപ്പോൾ സൂയിസൈഡ് ചെയ്യും. ആരാണ്ട് എന്താണ്ട് പറഞ്ഞാൽ മതി, അപ്പോൾ പോയി ചാവും. അടുത്ത കാലത്തൊക്കെ നമ്മൾ പേപ്പറിലൊക്കെ വായിക്കുന്നത്, സെൻറ്റ് ഓഫ് മീറ്റിങ്ങിൽ ആരാണ്ട് കുറ്റം പറഞ്ഞു, അപ്പോൾ പോയി പിറ്റേ ദിവസം പോയി ചത്തു. ജീവിക്കാൻ കൊള്ളാത്തവൻ ആരാണ്ട് എന്താണ്ട് പറഞ്ഞു ഉടനെ അങ്ങനെയാണെങ്കിൽ ഞങ്ങളൊക്കെ എന്നേ ചാവണ്ട. കാരണം വേറെ പണിയൊന്നുമില്ലാത്ത ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുകയല്ലേ. പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഉടനെ ഇപ്പോൾ മെത്രാപ്പോലീസ് അങ്ങ് ആശുപത്രിയിൽ എന്താണ്ട് ഓപ്പറേഷൻ, അപ്പോൾ ക്യാൻസറാണ്. നിങ്ങളെ കേട്ട് കാരണമുണ്ടോ? ഞാൻ കേട്ട് കാണുമെന്ന് വിചാരിച്ചോട്ടെ. വേറെ പറയാങ്ങ് എന്നാ അദ്ദേഹം തന്നെ ഞെട്ടിപ്പോയി. ക്യാൻസർ, ഒരു സർജറി ഉണ്ടായിരുന്നു, ശരിയാണ്. അപ്പോഴത്തേക്കും ഉടനെ ചാവാൻ പോവുകയാണ്. ഇപ്പം നാളെ കുഴി വെട്ടുന്ന തുടങ്ങിയ മട്ടിലൊക്കെ പറഞ്ഞു പിടിപ്പിക്കും. ജനങ്ങളെ ഇങ്ങനെ ധരിപ്പിക്കും. അവിടെ നമ്മളങ്ങ് വെപ്രാളപ്പെടും. എന്തിനാ വെപ്രാളപ്പെടണം? അല്ലേ? അപ്പം നമ്മൾ ഏത് ക്രൈസിസ് ഉണ്ടായാലും നമ്മെക്കുറിച്ച് സകലരും സകല അപഖ്യാതി പറഞ്ഞാലും, അല്ലേ, അപഖ്യാതി എന്ന് പറഞ്ഞാൽ ഇല്ലാത്ത കാര്യങ്ങൾ വിളിച്ച് പറയുന്നു, എന്തൊക്കെ പറഞ്ഞാലും അതിൻ്റെ മുമ്പിൽ തലകുനിക്കേണ്ടവരൊന്നുമല്ല നമ്മൾ. എന്തു ചെയ്യണം? തൻ്റെ ഇടത്തോടെ, ധൈര്യത്തോടെ കൂടെ. കാരണം എന്താണ്? തമ്പുരാൻ കൂടെ ഉണ്ടെന്നുള്ളത്. അതാണ് തമ്പുരാൻ നമുക്ക് തന്നിരിക്കുന്ന വാഗ്ദാനം. മാത്രമല്ല, there is a way out with the Lord. That is the promise of the Lord. There is a way out with the Lord. ഇതെല്ലാം ഇവർ പറഞ്ഞിട്ടും, അല്ലേ, ആൾക്കാർ ഇതൊക്കെ പറഞ്ഞു മച്ചിയാ എന്നൊക്കെ പറഞ്ഞ് ചെറിയ പറയുക, അവരെ അപഹസിക്കുകയൊക്കെ ചെയ്തിട്ടും അവരുടെ മനസ്സിനകത്തൊരു ദുഃഖമൊക്കെ ഉണ്ടെങ്കിലും, അല്ലേ, ഒരു കാരണവശാലും ഇനി യാതൊരു പ്രതീക്ഷയ്ക്കും വകയില്ല എന്ന് തോന്നുന്ന ജീവിതാനുഭവത്തിലൂടെ കടന്നു പോകുന്നവരായിട്ടും തമ്പുരാനെ ആരാധിക്കാൻ, പിറുപിറുപ്പില്ലാതെ തമ്പുരാനെ ആരാധിക്കാൻ കടന്നു ചെയ്യുന്നു. അതാണ് ക്രിസ്ത്യ ജീവിതം. അതല്ലേ നമ്മുടെ കൊച്ചു ഉദ്ദേശിച്ച് പാട്ട് പാടിയ, ദുഃഖത്തിൻ്റെ പാനപാത്രം തമ്പുരാൻ കയ്യിൽ തന്നാൽ സന്തോഷത്തോടെ വാങ്ങി ഞാൻ പാനം ചെയ്യും, പിന്നെ അവനെന്നെ അടിച്ചാലും അവനെന്നെ സ്നേഹിക്കും. ഇതാണ് ക്രിസ്തീയ ജീവിതത്തിൻ്റെ അടിസ്ഥാനം എന്നൊക്കെ പറയുന്നത്. നമുക്ക് യേശുവിനുമായിട്ടുള്ള ആ ബന്ധത്തിലാണ് നിൽക്കാൻ പറ്റും. അങ്ങനെയുള്ളവർക്കാണ് തൻ്റെ ഇടത്തോടെ ജീവിക്കാനായിട്ട് സാധിക്കും. ഏത് പ്രതികൂലങ്ങളുടെ മധ്യയും തല പൊക്കി പിടിച്ചുകൊണ്ട് ജീവിക്കാനൊക്കെ, സ്തോത്രം പറഞ്ഞുകൊണ്ട് അതുകൊണ്ടല്ലേ പൗലോസ് ചാവാൻ പോകുമ്പോഴും ഹല്ലേലൂയ സ്തോത്രം പറഞ്ഞേ, അല്ലേ? നമുക്കിതിൻ്റെ അടുത്തൊന്നും വന്നിട്ടൊന്നുമില്ലെന്നേ, ഇല്ല, നമ്മളിതിൻ്റെ അടുത്തൊന്നും വന്നിട്ടില്ല. ഇതൊക്കെ ക്ലെയിം ചെയ്യുന്നു എന്നുള്ളത് സത്യമാണ്. പക്ഷെ ആവശ്യം വരുമ്പോൾ ആകെ തകർന്ന് ആരാധിക്കാൻ പോയി. അവിടെയാണ് ദൈവത്തിൻ്റെ പ്രവർത്തനം ആരംഭിച്ചത്, അല്ലേ? അവിടെയല്ലേ? ഈ പ്രതികൂലങ്ങളൊക്കെ ഉണ്ടായിട്ടും ഒരു കാരണവശാലും പ്രതീക്ഷിക്കാൻ സാധ്യതയില്ലാത്ത വിധത്തിൽ അവർ വയസ്സന്മാരായിരിക്കും. മക്കളുണ്ടാവാനുള്ള പ്രായമൊക്കെ കഴിഞ്ഞു. ഒരു വിധത്തിലും ഇമ്പോസിബിൾ. എന്നിട്ടും തമ്പുരാനെ ആരാധിക്കാനായിപ്പോയി. അവിടെ വെച്ചാണ് തമ്പുരാൻ പ്രവർത്തനം ആരംഭിച്ചത്, അല്ലേ? ശരിയല്ലേ? അതാണ് വിശ്വാസം എന്നൊക്കെ പറയുന്നത്, അല്ലേ? ബുദ്ധിക്ക് നിരക്കാത്തതല്ല വിശ്വാസം, നിരക്കുന്നതല്ല വിശ്വാസം, അതിലപ്പുറമാണ്. പക്ഷെ നമുക്ക് ഈ വിശ്വാസം എന്നൊക്കെ പറഞ്ഞ് വളരെ കുറവാണ്. അവർക്കും തിരി കുറവായിരുന്നു എന്നാണ് വേണം വിചാരിക്കുന്നത്. ഇത് ചോദിച്ചു, മാലാഖ വന്നേച്ച് സക്രിയാരോട് പറഞ്ഞു, സക്രിയൻ ചിരിച്ചു. സക്രിയ പറയുന്നത് എന്നാ പാട്ടാ പറയും, അങ്ങനെ ഞാൻ ആ വാക്കൊന്നും പറഞ്ഞില്ല. ഞങ്ങളുടെ പ്രായമൊക്കെ കഴിച്ച് ഞങ്ങളൊക്കെ വയസ്സന്മാർ തർക്കാതെ ആകെ എന്നിട്ട് ഈ വയസ്സുകാലത്തായിരുന്നു ഇനി കുഞ്ഞുണ്ടാവാൻ പോകുന്നത്. ഇറ്റ് ഈസ് ഇമ്പോസിബിൾ, അല്ലേ? നമുക്ക് നമ്മുടെ ഈ വിശ്വാസമുണ്ടെന്നൊക്കെ പറയുന്നേ ഉള്ളൂ, പക്ഷേ യഥാർത്ഥ വിശ്വാസമില്ല. അടുത്ത കാലത്ത് കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു സ്ഥലത്ത് മഴയില്ല, ഭയങ്കര വരൾച്ചയാണ്. അപ്പോൾ പള്ളിയിലൊരു ഉപവാസ പ്രാർത്ഥന വെച്ചു. എന്തിനു വേണ്ടിയിട്ടാണ്? മഴയ്ക്ക് വേണ്ടിയിട്ട് ഉപവാസ പ്രാർത്ഥന. അപ്പോൾ എല്ലാവരും വന്നിട്ടുണ്ട് പള്ളിയിൽ. ഒറ്റ കുഞ്ഞു മാത്രമേ കുടയും കൊണ്ടു വന്നിട്ടുള്ളൂ. അപ്പോൾ ആരോട് ചോദിച്ചു, എന്തിനാണ് കുട കൊണ്ടുവന്നേ? അപ്പോൾ പറഞ്ഞു, നമ്മൾ പ്രാർത്ഥിക്കാൻ പോകില്ല, മഴയ്ക്ക് വേണ്ടിയിട്ടല്ലേ പ്രാർത്ഥിക്കാൻ പോണേ. വന്നവനൊന്നും കുട കൊണ്ടുവന്നിട്ടില്ലേ? എന്താ കാര്യം?
പ്രാർത്ഥിക്കാൻ പോവുകയാണെങ്കിലും നമ്മുടെ വിചാരം അത് നടക്കാനൊന്നും പോകുന്നില്ല നീ. അതാ കർത്താവ് പറഞ്ഞേ, കടുക് മണി വരെ പോലെയുള്ള വിശ്വാസം ഉണ്ടെങ്കിൽ കാര്യം ഓടുകയുള്ളൂ എന്ന് പറഞ്ഞ് അല്ലേ. നമ്മളിത് വിശ്വാസവും പ്രാർത്ഥനയും എല്ലാം ഉണ്ടെങ്കിലും നമ്മുടെ സേവ്യാസംഘത്തിൽ ഒരിക്കലും ഒരു പ്രാർത്ഥന നടന്നു, ഞാൻ വെറുതെ പറയുന്നതാണ്, നടന്ന് അതുപോലെ നടക്കുന്നതാണെന്ന് മാത്രം. അപ്പോൾ ഒരു മറിയാമ്മയുടെ ഭർത്താവിന് ഭയങ്കര പനി പിടിച്ച് കിടക്കുക വീട്ടിൽ. അന്ന് മറിയാമ്മ വളരെ താല്പര്യത്തോടു കൂടെ സേവ്യാസംഘത്തിൽ ഉപവാസ പ്രാർത്ഥനയിൽ മുടക്കം വരുത്താതുമായിരുന്നു. അദ്ദേഹത്തിന് കാലത്തൊക്കെ ഭക്ഷണമൊക്കെ കൊടുത്ത് മറിയാമ്മ ഓടി വന്നു. എന്നിട്ട് ഇവിടെ എല്ലാവരോടും പറഞ്ഞു, എൻ്റെ അച്ചായൻ പനിയാണ്, നല്ല കൂടുതലാണ്, അങ്ങനെയാണ്, നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം. എല്ലാവരും പ്രാർത്ഥിച്ചു. കർത്താവേ, നീ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം, മത്തായിച്ചൻ്റെ പനി മാറ്റിത്തന്നതിനാൽ സ്തോത്രം, ഹല്ലേലൂയ. എല്ലാവരും കൂടെ ഹല്ലേലൂയ സ്തോത്രം അടിച്ചു തകർത്ത് പ്രാർത്ഥിച്ചു. പ്രാർത്ഥന കഴിഞ്ഞോണ്ട് പറയാൻ പറഞ്ഞു, ഞാൻ ഭക്ഷണം കഴിക്കാൻ പോകുന്നില്ല, അച്ചായന് എന്തായോ എന്ന് അറിയാൻ മേല. പ്രാർത്ഥിച്ചതെന്താ? കർത്താവേ, നീ ഞങ്ങളുടെ മത്തായിച്ചൻ്റെ പനി മാറ്റിത്തന്നതിനാൽ, ജ്വരം മാറ്റിത്തന്നതിനാൽ സ്തോത്രം, ഹല്ലേലൂയ. അത് അപ്പോഴും മറിയാമ്മ പ്രാർത്ഥിച്ചെങ്കിലും മറിയാമ്മയ്ക്ക് വിശ്വാസമല്ല, ഇപ്പോഴും പനിയാണെന്നാണ് വിചാരം. അവിടെ ചെല്ലുമ്പോൾ മത്തായിച്ചൻ മുമ്പാർത്തിരിക്കുന്നു എന്നുള്ള വിചാരിച്ച് വിശ്വാസം വേണ്ടേ? ഇത് നമ്മുടെ എല്ലാവരുടെയും സ്വഭാവമാണ്. ഈ സ്വഭാവം തന്നെയായിരുന്നു ആർക്കുണ്ടായിരുന്നേ. അതുകൊണ്ട് എന്നാ സംഭവിച്ചു? വായടച്ചിട്ടിരിക്കേണ്ടി വന്നു അല്ലേ? വായടച്ചിട്ടിരിക്കേണ്ടി വന്നു. നമ്മൾ ഈ വിശ്വാസമുണ്ടെന്ന് പറയുമ്പോഴും പ്രായോഗിക തലത്തിലേക്ക് വരുമ്പോൾ ഒരു വിശ്വാസവുമില്ല. എന്നിട്ട് പറയും എന്നാലും. എന്താ എന്നാലും? അവിടെ ഒരു എന്നാലും ഉണ്ടോ? വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ വിശ്വസിക്കുക എന്നാണ്. എൻ്റെ തമ്പുരാൻ മതി, മതി, മതിയാകും, മതിയായവനാണ് എന്ന് വിശ്വസിക്കുവാൻ തക്കവണ്ണം നമുക്ക് സാധിക്കാത്തത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ തമ്പുരാനെ നമുക്ക് അറിഞ്ഞുകൂടാ എന്നുള്ളത് കൊണ്ടാണ്. തമ്പുരാനെ നമുക്ക് നിശ്ചയമില്ല. തമ്പുരാനെക്കുറിച്ച് അറിയാം, തമ്പുരാനെ നിശ്ചയമില്ല. ഇപ്പോൾ നല്ലൊരു ഉദാഹരണം വീണ്ടും പറഞ്ഞ് നമ്മുടെ ഈ കാനാവിലെ കല്യാണ ഭവനത്തിൽ സംഭവം തന്നെ എടുക്കാം. അവിടെ യേശുവോടുണ്ടായിരുന്നു, ആകെ കൂടെ വെപ്രാളം പിടിച്ചു. ഇല്ല, ശരിയല്ലേ? ഭയങ്കര വെപ്രാളമാണ്. കാരണം ആ വീട്ടുകാരുമായി ബന്ധപ്പെട്ടവർക്ക് മാത്രമേ അതിൻ്റെ ഒരു സീരിയസ്നെസ് മനസ്സിലാക്കാൻ സാധിക്കും. എന്തിനാണ് നമ്മുടെ വീട്ടിൽ പ്രാർത്ഥനയ്ക്ക് തന്നെ വിചാരിച്ചോ, പ്രാർത്ഥനയ്ക്ക് 50 പേര് വരുമെന്നാണ് വിചാരിച്ചത്. 55 വന്നാലും 60 പേര് വന്നാലും നമുക്ക് കുഴപ്പമില്ല. വന്നപ്പോൾ 90 അല്ലേ? വീട്ടുകാരി അച്ചായനെ കൈയിട്ട് കാണിക്കുന്നു, അച്ചായ എണ്ണം കഴിഞ്ഞ് ഇവിടെ 50 പേർക്ക് കരുതിയുള്ളൂ, എന്തെങ്കിലും കാണിക്കുമെന്ന് വെച്ചിട്ട് ആകെ വെപ്രാളം. അതും ഇനി ആ നേരത്തിൽ ഈ പ്രാർത്ഥനയുടെ ഇടയ്ക്ക് വെച്ച് ഓടിപ്പോയി സാധനം മേടിച്ചു കൊണ്ടുവരാൻ പറ്റും. അപ്പോഴത്തേക്കും കടയെ അടയ്ക്കുകയും ചെയ്തു. ഇതെന്ത് ചെയ്യും? അത് അല്ല, എന്തൊരു നാണക്കേടാ. വിളിച്ചവർക്ക് എല്ലാവർക്കും ഒന്ന് നന്നായി ഭക്ഷണം കൊടുക്കാണ്ടേ കാപ്പി കൊടുക്കാണ്ടേ വിട്ടാൽ പിന്നെ ജീവിച്ചിട്ട് കാര്യമുണ്ട്. അല്ല, അതേ വിഷയം അവിടെ അഭിമുഖീകരിക്കുന്നത് അപമാനത്തിൻ്റെ വിഷയമാണ്. അപ്പോഴത്തേക്ക് യേശുവിൻ്റെ അമ്മച്ചി ഇത് മണത്തറിഞ്ഞു. യേശുവിൻ്റെ അമ്മച്ചി മണത്തറിഞ്ഞിട്ട് മോനോട് പറഞ്ഞു, എൻ്റെ മോനെ എന്തെങ്കിലും ഒന്ന് ചെയ്യടാ, ഇവിടെ ആകെ കൂടി കല്യാണം നാടാൻ പോവാ. ഞങ്ങൾ അരി അടുപ്പത്തിട്ടിട്ടുണ്ട്, പപ്പടം കാച്ചിയിട്ടുണ്ട്, സാമ്പാർ നീട്ടാൻ സേവ്യാസംഘക്കാരായി ഞങ്ങൾക്കറിയാം, അതിൻ്റെ ആ പണി ഞങ്ങൾ ഒപ്പിച്ചിട്ടുണ്ട്. പക്ഷേ കോഴിയിറച്ചിക്ക് എന്നാ കാണിക്കും? അത് എത്ര പൊട്ടിക്കാൻ പറ്റും? മീനെ എന്നാ പൊട്ടിക്കാനൊക്കെ ഇതൊക്കെ ഞാൻ പറഞ്ഞ അവിടെ എഴുതിയതല്ല. അപ്പോൾ നീ എന്തെങ്കിലും ഒന്ന് ചെയ്യടാ മോനെ. അപ്പോൾ കർത്താവ് പറഞ്ഞു, എന്നെ കൊണ്ടൊന്നും നോക്കത്തില്ല, അമ്മച്ചിയുടെ പടം ഇവിടെ നമുക്ക് എന്നാ അവിടെ കല്യാണം പൊളിക്കുമോ നാറുമോ എന്തെങ്കിലും ചെയ്ത് വിടാം, നമുക്ക് കാര്യം. എന്നാൽ യേശുവിൻ്റെ അമ്മച്ചി എന്നാ ചെയ്തു? നമ്മളാണെങ്കിൽ അവിടെ കിടന്ന് തല കുത്തി മറിഞ്ഞേനെ. ശരിയേ? തല കുത്തി മറിഞ്ഞാൽ അവിടെ വിളിക്കുന്നു, ഇവിടെ പറയുന്നു, അങ്ങനെ പറയുന്നു, അവിടെ അങ്ങനെ ആ ഭയങ്കര സീനെ മാറ്റിയാന്. പക്ഷേ യേശുവിൻ്റെ അമ്മച്ചി എന്നെ കാണിച്ചു, ഒറ്റ അക്ഷരം വിട്ടതേ കാണുന്നില്ല. അവിടെ നേരെ അവിടെ പോയി ജോലിക്കാരോട് പറഞ്ഞു, അവൻ എന്തെങ്കിലും പറഞ്ഞ് ചെയ്തോണം കാണുമെന്ന് പറഞ്ഞു. അവർ കല്യാണത്തിന് കസിൻസൊക്കെ വന്നിട്ടുണ്ട്, അവരോട് വാചകടിക്കാൻ പോയി കാണും. എൻ്റെ വിചാരം പിന്നെ അവരെ ആ സീനിലേ കാണുന്നില്ലല്ലോ. നിങ്ങൾ വിചാരിച്ചു എന്തുകൊണ്ടാണ് യേശുവിൻ്റെ അമ്മച്ചി അങ്ങനെ പറഞ്ഞത്? നിങ്ങൾ ആലോചിക്കും, യേശുവിൻ്റെ അമ്മച്ചി എന്തേ അങ്ങനെ പറഞ്ഞു? യേശു പറഞ്ഞത് ഒക്കില്ലെന്നല്ലേ പറഞ്ഞു. എന്നാൽ യേശുവിൻ്റെ അമ്മച്ചി പറയുന്നു അവൻ എന്തെങ്കിലും പറയും. ജോലിക്കാരോട് പറഞ്ഞു എന്തെങ്കിലും അതുപോലെ ചെയ്തോണം. നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാര്യം? പല മറുപടി നിങ്ങൾ പറയുമെന്ന് എനിക്കറിയാം. എന്നാൽ ഞാനൊരു മറുപടി പറയും. അവർക്ക് അവരുടെ മകനെ നന്നായി അറിയാമായിരുന്നു. അവൻ ഇങ്ങനെയൊക്കെ പറഞ്ഞാലും
വേണ്ടത് ചെയ്യുമെന്നുള്ളതിനെക്കുറിച്ച് അമ്മയ്ക്ക് നല്ല തിട്ടമുണ്ടായിരുന്നു. അമ്മയ്ക്ക് നല്ല തിട്ടമുണ്ടായിരുന്നു. ഡു യു നോ ജീസസ്? അതാ നമ്മുടെ കുഴപ്പം. നമുക്ക് തമ്പുരാനെ അറിയാൻ, തമ്പുരാനെക്കുറിച്ച് ഒരുപാട് അറിയാം, പക്ഷെ തമ്പുരാനെ അറിഞ്ഞുകൂടാ. അല്ല, ഈ കല്യാണം കഴിഞ്ഞ് നിങ്ങളെ വിടുമ്പോൾ പറഞ്ഞു, ഇനി മുതൽ നിങ്ങൾ രണ്ടല്ല ഒന്നാണ്. ശരിയല്ലേ? അങ്ങനെ പറഞ്ഞിട്ടല്ലേ വിട്ടത്? ഒന്നായോ ഇല്ലയോ എന്ന് എനിക്കറിയാൻ മേല. ഒന്നാണെങ്കിൽ എൻ്റെ കണക്കൂട്ടലാണ്, ഭർത്താവ് ഭാര്യയുടെ മുഖത്ത് നോക്കി അവളുടെ മനസ്സിലിരിപ്പ് അറിയും. അല്ലേ? ഭാര്യയ്ക്ക് ഭർത്താവിൻ്റെ മുഖത്ത് നോക്കിയാൽ അങ്ങേരുടെ മനസ്സിലിരിപ്പ് അറിയും. ഇന്ന് അത്ര പന്തിയല്ല, എന്താണ്ട് കുഴപ്പമുണ്ട്, വെറുതെ വഴക്ക് ചോദിച്ച് വാങ്ങിക്കണ്ട എന്ന് വെച്ചാൽ നല്ല സൂത്രത്തിൽ നിൽക്കും. നല്ല മിടുക്കി പെണ്ണുങ്ങൾ അങ്ങനെയാണ് നിൽക്കുക. അല്ലാത്ത പെണ്ണുങ്ങൾ പോയി തോണ്ടും, എന്നിട്ട് ഇല്ലാത്ത വഴക്കും വക്കാണോ ഉണ്ടാക്കും. മനസ്സിലായി? അത് ഈ അറിയാൻ മേലാത്തതുകൊണ്ടാണ്. മനസ്സിലായി? അപ്പോഴാണ് ഒന്നാവുന്നത്. ഒന്നാകുന്നവർക്കാണത് അറിയാൻ പറ്റത്തുള്ളൂ. ചിലർ പറഞ്ഞ 30 വർഷമായി ഈ മനുഷ്യൻ്റെ കൂടെ താമസിക്കുന്നത്, ഇങ്ങനെ മനസ്സിലായിട്ടില്ല, പിന്നെ ഈ ജീവിതത്തിൽ മനസ്സിലാകത്തുമില്ല. എങ്ങനെ മനസ്സിലാവും? അതെ, അതാണ് ആ അറിവിനെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. അറിയാം. നമുക്കങ്ങനെ യേശുവിനെ അറിയാവോ? നമുക്കങ്ങനെ യേശുവിനെ അറിയാവോ? വേദപുസ്തകം വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്, കർത്താവേ കർത്താവേ വിളിക്കുന്നവനല്ല, പിന്നെ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവനാണ് ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കാൻ ഒക്കുകയുള്ളൂ എന്ന്. മനസ്സിലായോ പറയുന്നത്? അല്ലാണ്ട് കർത്താവേ കർത്താവേ എന്ന് വിളിച്ച് നടക്കുന്നവന് ഹല്ലേലൂയ സ്തോത്രമെന്ന് വെറുതെ പറഞ്ഞാണ് നടക്കുന്നത് മാത്രമല്ല, തമ്പുരാൻ്റെ ഹൃദയമറിഞ്ഞ് അതിനനുസരിച്ച് ജീവിതത്തെ ക്രമീകരിക്കുന്നവർക്കാണ് ദൈവരാജ്യത്തിലേക്ക് പ്രവേശനം. അപ്പോൾ ഇവർ പറഞ്ഞു, എൻ്റെ കർത്താവേ ഞങ്ങൾ പ്രവചിച്ചില്ലേ, രോഗികളെ സൗഖ്യമാക്കിയില്ലേ, ഞങ്ങൾ ആദ്യം ചെയ്തില്ലേ, ഇതിനെയൊന്നും എനിക്കറിയാമല്ല, പോടാന്ന്. ഞാൻ പറയണതല്ല, മത്തായി സുവിശേഷം 7-ാം അധ്യായം 21-ാമത്തെ വാക്യത്തിൽ പറയുന്ന കാര്യമേ ഞാൻ പറയുന്നത്. എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം യേശുവിനെ അറിയണം. ഇത് കുറേ കൂടെ ഉയർന്ന ആത്മീയമായ അനുഭവമാണ്. യേശുവിനെ അറിയുകയും യേശുവിൻ്റെ ഹൃദയം അറിയുകയും ചെയ്യുന്നവർക്കാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എന്ത് ചെയ്യാൻ പറ്റുന്നത്, പറയാൻ പറ്റുന്നത്, അവനെന്നെ അടിച്ചാലും അവനെന്നെ സ്നേഹിക്കുന്നു എന്ന് പറയുവാൻ സാധിക്കുന്നവർക്ക്, അവർക്ക് മാത്രമാണ്. ഈ ഉന്നതമായ ആത്മീയ അനുഭവത്തിലേക്ക് ഉയരുവാൻ തക്കവണ്ണം നമുക്ക് സാധിക്കണം. അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അപ്പോഴാണ് യഥാർത്ഥത്തിൽ നമ്മൾ ക്രിസ്തീയ സാക്ഷ്യം വഹിക്കുന്നത്. ആരാധനാ സമൂഹം സാക്ഷിക്കുന്ന സമൂഹമാണ്, സമൂഹത്തെ ശുശ്രൂഷിക്കുന്ന സമൂഹമാണ് ആരാധനാ സമൂഹം. ഇത് സാധിക്കണമെങ്കിൽ എന്താണ്? കർത്താവിനെ അറിയണം. അവർക്കാണ് സാക്ഷികളായി ജീവിക്കാൻ ഒക്കുന്നത്. വലിയ പ്രസംഗമൊന്നും ആവശ്യമില്ല, വെറുതെ ജീവിച്ചാൽ മതി. അല്ലേ? അടുത്ത വീട്ടിലെ മറ്റോൾ പറയും, നിങ്ങളൊന്ന് നോക്ക്, അവർക്ക് അവിടെ വലിയ സൂത്രങ്ങളൊന്നുമില്ല, എങ്കിൽ പോലും അവർ സ്വർഗത്തിൻ്റെ അനുഭവത്തിലാണ് ജീവിക്കുന്നത്. അത് യേശുവിനെ അറിയുന്നതുകൊണ്ടാണ്. അതാ സാക്ഷ്യം. അല്ലാണ്ട് നമ്മൾ അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് വിളിച്ചു പറയുകയൊന്നും വേണ്ട, ജീവിച്ചാൽ മതി. ജീവിക്കുമ്പോഴാണ്, അതാണ് സാക്ഷ്യം. ആ രണ്ട് കാര്യത്തെക്കുറിച്ച് കുറേ കൂടി പറയണം. മച്ചന് തന്ന സമയം കഴിഞ്ഞു എന്നുള്ളതുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. എനിക്ക് ഇതായിരിക്കണം നമ്മുടെ ഇടവക ദിനത്തിൻ്റെ പുനഃപ്രതിഷ്ഠയുടെ ദിവസം. എന്ത്? നാം കർത്താവിനെ എന്ത് ചെയ്യണം? ജീവിതത്തിലേക്ക് ക്ഷണിക്കണം. രണ്ട്, കർത്താവിനെ ആഴത്തിൽ ഉള്ളതിൻവണ്ണം അറിയണം. കർത്താവിൻ്റെ ഹൃദയമറിഞ്ഞ് ജീവിക്കുന്നവരാകണം. അപ്പോഴാണ് നാം ആരാധനാ സമൂഹമാകുന്നത്. അപ്പോഴാണ് യഥാർത്ഥത്തിൽ നാം ഇടവകയായിട്ട് തീരുന്നത്. അപ്പോഴാണ് നാം ഈ പ്രദേശത്ത് ക്രൈസ്തവ സാക്ഷ്യം വഹിക്കുന്ന സമൂഹമായിട്ട് തീരുന്നത്. അപ്പോഴാണ് നാം ഈ സമൂഹത്തെ ശുശ്രൂഷിക്കുന്ന സമൂഹമായിട്ട് തീരുന്നത്. അതിന് ദൈവം തമ്പുരാൻ പരിശുദ്ധാത്മാവ് മൂലം നമ്മേവരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച്, നിങ്ങളുടെ പ്രാർത്ഥനയിൽ എന്നെയും കൂടി ഓർക്കണേ എന്ന് വളരെ വിനയത്തോടുകൂടി അഭ്യർത്ഥിച്ചു ഞാൻ വാക്കുകൾ ഉപസംഹരിക്കുന്നു. തമ്പുരാൻ നമ്മേവരെയും അനുഗ്രഹിക്കട്ടെ.